Hi all, good morning. So, എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ 2026 ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതാ റെയിൽവേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വെൽക്കം ടു ദി വീഡിയോ. അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫോർ ഗ്രൂപ്പ് ഡി 2026 അല്ലെ റെയിൽവേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും റെയിൽവേ എക്സാംസ് ഇതാ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന 10th ക്വാളിഫിക്കേഷൻ ഉള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം രാത്രി റെയിൽവേ റിലീസ് ചെയ്തു. അപ്പൊ ഇന്ന് മുതൽ അതായത് ജനുവരി 31 മുതൽ നിങ്ങൾക്ക് ഒഫീഷ്യലി നിങ്ങളുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാം അറ്റൻഡ് ചെയ്തവർ പോലും വെയിറ്റ് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. കാരണം ഇപ്പൊ നടന്ന എക്സാംസിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് അടുത്ത എക്സാമിന് നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അടുത്ത എക്സാം നന്നായിട്ട് ആദ്യം മുതൽ അല്ലെ ഫസ്റ്റ് ടൈം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ട്. പിന്നെ എന്താണ് കുറച്ചൊക്കെ അറിയാം. അപ്പൊ ബാക്കിയും കൂടെ എല്ലാം റെഡി ആയിട്ട് ഈ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോ കാറ്റഗറി നമ്പർ എന്താണ്? CEN 09/2025 നോട്ടിഫിക്കേഷൻ ഇതാ റെയിൽവേ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ലെവൽ 1 പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതാ നിങ്ങളുടെ മുന്നിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് തുടങ്ങുക അല്ലെ. അപ്പൊ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ? ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? 10ാം ക്ലാസ് മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക്, ലെവൽ 1 പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ 10th പാസ് മാത്രമാണ്. 10ാം ക്ലാസ് പാസ് ആവുക അല്ലെങ്കിൽ ITI 10 അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇന്ന് മുതൽ ജനുവരി 31 മുതൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ന് വരെ ഉണ്ട്, ഒരു മാസം നിങ്ങളുടെ മുന്നിലുണ്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് എന്ന് കരുതി അവസാനത്തേക്ക് നീക്കി വെക്കരുത്. എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകളെല്ലാം റെഡിയാക്കി ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനും മുൻ വർഷങ്ങളിലെ അപാകതകളെല്ലാം പരിഹരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഗ്രൂപ്പ് ഡി ഒഫീഷ്യൽ നോട്ടീസ്, എംപ്ലോയ്മെന്റ് നോട്ടീസ് കഴിഞ്ഞ ഡിസംബർ 27 റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നല്ലെങ്കിൽ ഒഫീഷ്യലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എന്ന് മുതൽ ജനുവരി 31 മുതൽ ഇന്ന് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. മാർച്ച് 2 ലാസ്റ്റ് ഡേറ്റ്. അതായത് ഒരു ഫെബ്രുവരി മാസം ഫുള്ള് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിരുന്നാലും കുറച്ച് പേരെങ്കിലും ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും വരുത്താതെ മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. മാർച്ച് 2 നിങ്ങളുടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതുപോലെ ഫീ സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 4 രാത്രി 12 മണി വരെ സമയമുണ്ട്. ആ ടൈം വരെ ഇരിക്കേണ്ട കേട്ടോ. ഓക്കെ. ഇനി മോഡിഫിക്കേഷൻ കറക്ഷൻസ് വരുത്താനുള്ള ടൈം മാർച്ച് 5 മുതൽ മാർച്ച് 14 വരെ ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ക്രൈബ് ഡീറ്റെയിൽസ് മാർച്ച് 15 മുതൽ 19 വരെ അവരവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏജ് ക്വാളിഫിക്കേഷൻ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? 18 വയസ്സ് പൂർത്തിയായ 10ാം ക്ലാസ് പാസ്സായിട്ട് നിൽക്കുന്ന ആർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 18 മുതൽ 33 വയസ്സ് വരെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. എന്താ പറയുക, ഏജ് ക്രൈറ്റീരിയ 18 മുതൽ 33 വയസ്സ് വരെയാണ്. ഇനി 33 വയസ്സായോ, OBC റിലാക്സേഷൻ ഉണ്ടോ അല്ലെങ്കിൽ SC ST റിലാക്സേഷൻ ഉണ്ടോ, നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. സോ OBC നോൺ ക്രീമി ലെയർ കാറ്റഗറിക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC NCL കാറ്റഗറിക്കാർക്ക്, നോൺ ക്രീമി ലെയർ കാറ്റഗറിക്കാർക്ക്, അതുപോലെ SC ST കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ഏതാണ്ട് 22,000 അടുപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ഷോർട്ട് നോട്ടീസിൽ റെയിൽവേ അനൗൺസ് ചെയ്തത്. അപ്പോൾ എക്സാക്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട് 21,997 വേക്കൻസീസ് ആണ് കറന്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് അപ്ഗ്രേഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എനിവേ 21,997 വേക്കൻസീസ്, 22,000 അടുപ്പിച്ച് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സാലറി, ബേസിക് സാലറി എന്ന് പറയുന്നത് 18 ഇനിഷ്യൽ 18. ബട്ട്
നമ്മൾ ഓൾറെഡി എന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഇനി അടുത്ത 8th CPC വരാൻ പോവുകയാണ്. നിങ്ങളുടെ സാലറി സ്ട്രക്ചർ പാടെ മാറുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ബേസിക് പേ ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ട് ലഭിക്കുന്ന ഒരു 50K പ്ലസ് ഒരു സാലറി 8th CPC വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു പെൻഡിങ് അരിയർ എല്ലാം കൂടിയിട്ട് ബൾക്കായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വരും. അപ്പോ നല്ല ഒരു സാലറി, 10th ക്വാളിഫിക്കേഷൻ മാത്രം മതി, 33 വയസ്സ് വരെ അത്രയും ഏജ് ഓവർ ആയവർക്ക് കൂടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ലെവൽ 1 പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കിയിരിക്കേണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോ നമുക്ക് ജസ്റ്റ് അതിന്റെ എക്സാം പാറ്റേൺ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ പഠിക്കണം എന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ എത്ര ടോപ്പിക്കുകളാണ്, എത്ര സബ്ജക്റ്റുകളാണുള്ളത്? ജനറൽ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, GK കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ സെഷൻസ്. മൊത്തം 100 ചോദ്യങ്ങൾ ഉണ്ടാകും. 100 മാർക്കിനാണ് എക്സാം. 90 മിനിറ്റ്, 1.5 മണിക്കൂറിന്റെ എക്സാം ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റില്ല, ഒരു പിറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുമ്പിലോട്ട് പുഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ റെഡിയാണ്, ഞങ്ങളുടെ ടീം ഇവിടെ റെഡിയാണ്. ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ നിങ്ങളുടെ ഫുൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസുമായിട്ട് ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ ഫുൾ ഓക്കെ ആണ് പക്ഷെ എന്നാലും നമുക്കൊരു സപ്പോർട്ട് വേണ്ടവർക്കും ഒക്കെ എന്താണ് ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ PYQ ബേസ്ഡ് ആയിട്ടുള്ള PYQ മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പൊ എന്നാലും ഇനി ക്ലാസ്സിൽ കാണാം. സോ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. പഠിത്തം ഫുൾ ഓൺ ആയിട്ട് മുമ്പോട്ട് പോകട്ടെ. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.